വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് സിനിമാ ടാക്കീസ് ചർച്ച ചെയ്യുന്നു മോഹൻ സിത്താര ചേട്ടനെ കുറിച്ച്. താൻ ഈണം നൽകിയ പാട്ടുകൾ പാടിയ MG ശ്രീകുമാർ, അതായത് ചാന്ത് പൊട്ടും ചങ്കേലസും, വിധു പ്രതാപും ജോത്സനയും പാടിയ പാട്ട് സുകുമാണി നിലാവ്. ഈ പാട്ടുകളെല്ലാം പ്രശംസകളുടെയും പുരസ്കാരങ്ങളുടെയും കൈപിടിച്ച് പ്രശസ്തിയുടെ പടവുകൾ കയറിപ്പോയപ്പോൾ വിസ്മൃതിയുടെ ഇരുട്ടുവീണ നാട്ടുവഴികളിലേക്ക് ഈണങ്ങളേറെ വിരിഞ്ഞ തൻ്റെ ഹാർമോണിയപ്പെട്ടിയും തൂക്കി പിന്തിരിഞ്ഞു നടന്നൊരു മനുഷ്യനുണ്ട് ഇന്നും ഓർമ്മകളിൽ. രാരി രാരി രംരോ എന്നൊരു മെഗാ ഹിറ്റ് പാട്ടോടെ അരങ്ങേറിയിട്ട് ഒട്ടേറെ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും നൽകിയിട്ടും ഒരു സംസ്ഥാന പുരസ്കാരം ലഭിക്കുവാനായി 25 വർഷങ്ങൾ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നത് എന്താണ്? അങ്ങനെ ഒരു ചോദ്യത്തിന് ഞാൻ ഇപ്പോഴായിരിക്കും ഒരു നല്ല പാട്ട് ചെയ്തത് എന്ന് അവർക്ക് തോന്നിയതെന്ന് വിനയത്തോടെ മറുപടി പറഞ്ഞ ഒരു നാട്ടുപുറത്തുകാരനുണ്ട്. നവോദയ ടീം നിർമ്മിക്കുന്ന പുതുചിത്രത്തിന് പുതിയ സംഗീത സംവിധായകനെ തേടുന്ന സമയത്ത് സംവിധായകൻ TK രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഓഡീഷൻ എത്തിയപ്പോൾ നിർമ്മാതാവ് ജിജോയുടെ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് എനിക്കറിയില്ല സാർ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല സാർ, ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് മാറി നിന്ന സിനിമയുടെ റെക്കോർഡിംഗ് ടൈമിൽ സ്റ്റുഡിയോയിൽ ഷോട്ടുകൾ ഇങ്ങനെ സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കെ രാജീവ് കുമാറിനോട് ഇത് എന്ത് ചെയ്യാൻ എനിക്ക് കഴിയില്ല, ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന സ്വന്തം കഴിവിലും പ്രതിഭയിലും വിശ്വാസക്കുറവുള്ള ചരിത്രമുള്ള ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മാത്രമേ അതിൽ അമ്പരപ്പുണ്ടാകുമായിരുന്നുള്ളൂ. അയാളുടെ ആ ഉത്തരത്തിൽ ആശങ്കപ്പെട്ട നിർമ്മാതാവ് ജിജോയെ അയാളുടെ പ്രതിഭയിലുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് സംവിധായകൻ രാജീവ് കുമാർ അയാളോട് ഒരു താരാട്ടീണം ഉണ്ടാക്കി കാണിക്കൂ എന്ന് പറഞ്ഞ് ഹാർമോണിയം കൊടുത്ത് ഒരു റൂമിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആത്മവിശ്വാസം വീണ്ടെടുക്കാനായി ഒന്ന് ചാരി നിൽക്കാനൊരു ചുമര് തിരക്കിയിറങ്ങിയ അയാൾക്ക് മുന്നിൽ ഉരുക്കിന്റെ വൻമതിൽ കെട്ടി രാജീവ് കുമാർ കൂടെ നിന്നപ്പോൾ നവോദയ ടീമിന്റെ സങ്കല്പങ്ങൾക്കുമപ്പുറയുള്ള ഈണങ്ങൾ അയാളുടെ ഹാർമോണിയപ്പെട്ടിയിൽ നിന്നും ഉതിർന്നു വീഴുകയാണ്. രാരി രാരി രം രാരോ, എന്തു മനോഹരമായ ഒരു താരാട്ടുപാട്ട്. ആ അനശ്വരമായ പാട്ടിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് പുതിയൊരു സംഗീത സംവിധായകൻ വലതുകാൽ വെച്ച് കയറുകയാണ് മോഹൻ സിത്താര. ഒരു താരാട്ടുപാട്ടിന്റെ ഈണം ആവശ്യപ്പെട്ട TK രാജീവ് കുമാറിനും സിബി മലയനും സത്യനന്ദിക്കാടിനും ബ്ലെസ്സിക്കും അലി അക്ബറിനും വയറു കൊത്തുന്ന വിശപ്പടക്കി പിടിച്ചു പച്ചവെള്ളം കുടിച്ചുകൊണ്ട് അമ്മയുടെ ഇരു കൈയിലും തലവെച്ച് കിടന്നുകൊണ്ട് അമ്മ പാടുന്ന താരാട്ടുപാട്ട് കേട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന അയാളുടെയും ചേച്ചിയുടെയും കുട്ടിക്കാലം ഓർത്തുകൊണ്ട് അയാളുടെ വിരലുകൾ ഇങ്ങനെ ഹാർമോണിയത്തിൽ ഓടിത്തുടങ്ങവേ ഈണങ്ങൾ അങ്ങനെ പതിയെ അടർന്നു വീഴുകയായിരുന്നു. രാരി രാരി രം രാരോ, ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, താലോലം താനേ താരാട്ടും, മിണ്ടാതടി കുയിലെ കണ്ണനുണ്ണി ഉറങ്ങണ നേരത്ത്, കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ എന്നിങ്ങനെ കണ്ണുനീരിൻ്റെ നനവുള്ള താരാട്ട് ഈണങ്ങൾ. ഒരു വിരഹഗാനം ആവശ്യപ്പെട്ട സംവിധായകൻ മോഹൻ രൂപിന് ഒരിക്കൽ തന്നെ തനിച്ചാക്കി വിരഹത്തിന്റെ വേദനയും നൽകി അകന്നുപോയ പ്രാണനായി കരുതിയിരുന്നവളെ ഓർമ്മിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിയ ഇലവൊഴിയും ശിശിരത്തിൽ എന്ന ഗാനം അതിമനോഹരം. ആഹാരം കഴിക്കുന്നിടത്ത് നിന്ന് അപമാനിച്ചിറക്കി വിടുമ്പോൾ കരുമാടിക്കുട്ടൻ നെഞ്ചുപൊട്ടിപ്പാടുന്നൊരു പാട്ട് വേണമെന്ന വിനയന്റെ ആവശ്യപ്രകാരം നെഞ്ചുടുക്കിന്റെ തളത്തുടുപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ എന്ന ഗാനം സൃഷ്ടിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരിക്കൽ ഒരു പ്രശസ്ത സംഗീത സംവിധായകന്റെ കൂടെ ഒരു കാസറ്റിന് വേണ്ടി പാട്ടെടുക്കുന്നതിന്റെ ഭാഗമായി അസിസ്റ്റന്റായി നിന്ന് വളരെ ആക്റ്റീവായി ആദ്യ ദിനം ജോലി ചെയ്തിട്ട് രണ്ടാം ദിനം തന്നെ ഒരു കാരണവും പറയാതെ ആ പ്രൊജക്റ്റിൽ നിന്നും ഒഴിവാക്കിയ അനുഭവം ഓർമ്മ വന്നിരിക്കാമല്ലേ? അതുകൊണ്ട് തന്നെ വിനയൻ പറഞ്ഞ രംഗത്തിന് അനുയോജ്യമായ ഈണവും അയാൾക്ക് സുപരിചിതമായിരുന്നു. പിന്നിട്ട കാലത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഓർക്കുന്ന ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഈണം വേണമെന്ന കമലിന്റെ നിർദ്ദേശപ്രകാരം പണ്ട് യേശുദാസ് സാറിന്റെ തരങ്കണി സ്കൂളിൽ ഫ്രീ ആയി വയലിൻ പഠിക്കുന്ന കാലത്ത് കൂടെയുള്ളവരെല്ലാം നന്നായി വയലിൻ വായിക്കുന്നത് കണ്ടിട്ട് തനിക്കും അവരെ പോലെ നന്നായി വായിക്കണമെന്ന വാശിയിൽ രാവ് വിളക്കുവോളം പ്രാക്ടീസ് ചെയ്ത് അവസാനം ക്ലാസ്സിലെ ടോപ്പ് വയലിനിസ്റ്റ് ആകുകയും ആ സ്കൂളിൽ വയലിൻ അധ്യാപകനാവുകയും ചെയ്ത ആ മധുരകാലം ഓർത്തെടുത്തുകൊണ്ട് സുകുമാണി നിലാവ് എന്ത് രസമാണി സന്ധ്യ എന്ന ഗാനം സൃഷ്ടിക്കുന്ന അയാൾ പാട്ട് പഠിക്കാനായി കുട്ടികൾ പോകുന്ന കുട്ടിക്കാലം ചിത്രീകരിക്കുന്ന ഒരു പാട്ട് വേണമല്ലോ എന്ന ബ്ലസ്സിയുടെ ആവശ്യത്തിന് സ്കൂൾ കാലത്ത് ഉച്ചഭക്ഷണമില്ലാതെ ഡെസ്കിൽ മുഖം മറച്ചു കിടന്നിരുന്ന ആ കാലവും 6ാം ക്ലാസ്സിൽ സുനന്ദ ടീച്ചറുടെ ഉപദേശത്തിന് വഴങ്ങി ഒരു പാട്ടിന് ഈണം നൽകിയ ഓർമ്മകളെ തഴുകിക്കൊണ്ട് അണ്ണാറക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻവ എന്ന ഈണം ഒരുക്കുന്ന അയാൾ പാട്ടു കേൾക്കുന്നവരെല്ലാം താളം പിടിക്കുന്ന പാട്ടൊരെണ്ണം വേണമല്ലോ എന്ന് പറഞ്ഞ KB മധുവിന് വേണ്ടി പണ്ട് സിത്താര മ്യൂസിക് ട്രൂപ്പിൽ പാട്ടുപാടിയും വയലിൻ വായിച്ചും ആളുകളെ താളം പിടിപ്പിച്ച് തുള്ളിച്ച ആ പഴയ വയലിനിസ്റ്റിന്റെ ഓർമ്മയിൽ പ്രണയകഥ പാടി വന്നു തെന്നൽ ഒരുക്കുന്ന അയാൾ ഇനി കുറെ കാലം ഡാൻസ് പ്രോഗ്രാമുകൾക്ക് സ്റ്റേജിൽ ഭരിക്കുവാൻ പോകുന്ന പാട്ടാണ് നമുക്ക് വേണ്ടത് എന്ന സുന്ദർദാസിന്റെയും സിബി മലയലിന്റെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ചിരിവിരിയുന്ന തൻ്റെ മാതാപിതാക്കളുടെ മുഖത്ത് ചിരിവിരിയാൻ തൻ്റെ കയ്യിലെ സമ്മാനങ്ങൾക്ക് കഴിയുമെന്ന് മനസ്സിലാക്കി സ്കൂളിലെ ഡാൻസും നാടകവും സ്കിറ്റും തുടങ്ങി എല്ലാ പരിപാടികൾക്കും കയറിയിരുന്ന ആ കാലം ഓർത്തുകൊണ്ട്
ചഞ്ചല ദ്രുതപഥ താളവും ഇന്ദ്രനീലം ചൂടിയും അണിയിച്ചൊരുക്കുന്ന അയാൾ തുടങ്ങി അയാൾ ഈണമിട്ട ഗാനങ്ങളൊക്കെയും അയാളുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തതായതുകൊണ്ട് തന്നെ ആ ഗാനങ്ങൾക്കെല്ലാം വല്ലാത്തൊരു ജീവനുണ്ടായിരുന്നു. 150-ലേറെ ചിത്രങ്ങൾ, അവയിലായി 400-ലേറെ പാട്ടുകൾ, അവയിലേറിയ പങ്കും സൂപ്പർ ഹിറ്റുകളും. എന്നിട്ടും എങ്ങനെയാണ് മോഹനേട്ട നിങ്ങൾ മറവിയുടെ കാണാക്കയത്തിലേക്ക് മുങ്ങിപ്പോയത്? ഒരു മൂവി ഗ്രൂപ്പിൽ ഒരു ആൽബത്തിലെ എല്ലാ പാട്ടുകളും ഹിറ്റ് ചാർട്ടിൽ കയറ്റിയ സംഗീത സംവിധായകരെ പരിചയപ്പെടുത്തൂ എന്ന പേരിൽ വന്ന പോസ്റ്റിൽ അന്യഭാഷാ സംഗീത സംവിധായകരും നമ്മുടെ സംഗീത സംവിധായകരും ആഘോഷിക്കപ്പെട്ടപ്പോൾ എണ്ണം കൊണ്ട് അവരെക്കാൾ കൂടുതലോ ഒപ്പത്തിനൊപ്പമോ നിന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് മോഹനേട്ട ആഘോഷിക്കപ്പെടാതെ പോയത്? സാന്ത്വനം, ദീപസ്തംഭം, വാസന്തിയും ലക്ഷ്മിയും, മഴവില്ല്, ജോക്കർ, ദാദാസാഹിബ്, വർണ്ണക്കാഴ്ചകൾ, വല്യേട്ടൻ, ഇഷ്ടം, കരുമാടിക്കുട്ടൻ, ഊമപ്പെണ്ണ്, സ്നേഹിതൻ, സ്വപ്നക്കൂട്, കാഴ്ച, തന്മാത്ര, അങ്ങനെ എത്ര അറിയില്ല മോഹനേട്ട. പണ്ട് എനിക്ക് മ്യൂസിക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവോദയ ജിജോയോട് ബൈ പറഞ്ഞിറങ്ങിയ നിങ്ങളെ നിങ്ങളുടെ കഴിവ് അറിഞ്ഞ് പിടിച്ചു നിർത്തി സംഗീത സംവിധായകന്റെ കുപ്പായമണിയിച്ച രാജീവ് കുമാറിന് നിങ്ങൾ സംഗീത രൂപത്തിൽ തിരിച്ചു നൽകിയ ആ മറുപടിയെ സ്നേഹിക്കുന്ന മഴവില്ലിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഇളയരാജയെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കണമെന്നാണ് സിനിമയുടെ പിന്നണിയിലെ എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ നിർബന്ധമാണ് നിന്നെ കൊണ്ട് ചെയ്യിക്കണമെന്നത് കേട്ടോ എന്ന് പറഞ്ഞ നിർമ്മാതാവ് സേവിയറിന് ഒന്നിനൊന്ന് മികച്ച 5ഓളം പാട്ടുകൾ ഒരുക്കി നൽകിയ നിങ്ങളിലെ ആ വാശിക്കാരനെ ഇന്നും ഇഷ്ടപ്പെടുന്ന എല്ലാ പാട്ടിലും ഒരു നാടൻ പാട്ടിൻ്റെ താളമാണല്ലോ എന്ന് പറഞ്ഞ നിരൂപകന്മാരുടെ മുന്നിലേക്ക് കറുപ്പിനഴകും രാക്ഷസിയും 14-ാം രാവിൻ്റെ പിറ പോലെ വന്നല്ലോയും പ്രണയകഥ പാടി വന്ന് തെന്നലും ഇട്ടുകൊടുത്ത നിങ്ങളിലെ പ്രതിഭയെ ആദരിക്കുന്ന നിങ്ങളുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ടെന്നോ? നീർമിഴി പീലിയിൽ നീർമണി തുളുമ്പി നീയൻ അരികിൽ നിന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനൊരു വെറും അന്യനെപ്പോൽ, അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ, നിന്റെ ഉൾപ്പൂവിൻ തുടുപ്പുകൾ അറിയുന്നു, നാം അറിയാതെ നാം കൈമാറിയിലെത്ര മോഹങ്ങൾ നൊമ്പരങ്ങൾ. ഫോണിലിങ്ങനെ ഇഷ്ടമുള്ളൊരു പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ വെറുതെ കേട്ട് ഇഷ്ടമായി പാടി നടന്ന ഈ വരികൾ ഇപ്പോൾ കേൾക്കുമ്പോൾ ഇടനെഞ്ചിൽ എവിടെയോ ഒരു വിങ്ങലാണ്. അത് നിങ്ങളെക്കുറിച്ചോർത്ത്. ആ വരികൾ മോഹൻ സിത്താര എന്ന മഹാനായ സംഗീത സംവിധായകനെയും സംഗീത പ്രേമികളെയും കുറിച്ചുള്ളതാണെന്നുള്ള ഒരു തോന്നൽ മനസ്സിനെ അലട്ടുന്നു. ഈണങ്ങൾ കൊണ്ട് 1000 മോഹങ്ങളും നൊമ്പരങ്ങളും കൈമാറി അയാൾ നമ്മളിലേക്ക് പകർന്നു തന്നെങ്കിലും നീർമിഴി മിലിയിൽ നീർമണി തുളുമ്പി അയാൾ ഒരിക്കൽ നമ്മുടെ അരികിൽ നിന്ന് നിന്നപ്പോൾ കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ വെറുമൊരു അന്യനായി നോക്കി നിന്ന പോലെ കുറ്റബോധം കലർന്നൊരു തോന്നൽ. പ്രിയ മോഹനേട്ട, നിങ്ങളുടെ പാട്ടുകൾ ഞങ്ങൾക്ക് ഹരമാണ്, ഇഷ്ടമാണ്. ഞങ്ങൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു എവർഗ്രീൻ ഹിറ്റുകളിലൊന്നാണ്. നിങ്ങളെ എങ്ങനെയാണ് പറയാതെ പോവുക? പ്രിയ പ്രേക്ഷകർക്ക് മോഹൻ സിത്താരയെക്കുറിച്ചുള്ള ഈ വിവരണം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.